പ്രധാനപ്പെട്ട ആരും ധർമ്മട മണ്ഡലത്തിൽ വന്നത് എനിക്കറിയില്ല. പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട ആരെങ്കിലും കോൺ ഇല്ല. ധർമ്മട മണ്ഡലത്തിൽ നിങ്ങൾ നോക്കൂ, ഏത് നേതാക്കന്മാരാണ് വന്നത്? അല്ല, കാര്യമായൊരു നേതാക്കന്മാരൊന്നും വന്നിട്ടില്ല ഈ ധർമ്മട മണ്ഡലത്തിൽ. വലിയ രീതിയിലുള്ള പ്രചരണം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന BJP സംബന്ധിച്ചോളം നമ്മുടെ ത്രിപുര മുഖ്യമന്ത്രി വന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് അന്വേഷണം ഉദ്ഘാടനം ചെയ്ത് ത്രിപുര മുഖ്യമന്ത്രിയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തു. MP സദാനന്ദ മാസ്റ്റർ പങ്കെടുത്തു. ഗോവയിൽ നിന്ന് രാജ്യസഭാ മെമ്പർ സദാനന്ദജി പങ്കെടുത്ത പരിപാടി. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ഞങ്ങളുടെ പരിപാടിയിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഏത് നേതാക്കന്മാരാണ് ഈ പരിപാടിയിൽ വന്നത്? നിങ്ങളൊന്ന് പറ. UDFന്റെ ഏത് നേതാക്കന്മാരാണ് വന്നിരിക്കുന്നത്? എടുത്തു പറയാൻ പറ്റുന്ന നേതാക്കന്മാർ. അവസാനത്തെ ദിവസത്തെ കൊട്ടിക്കലാശമല്ലാതെ മാത്രമല്ല, അതിലും ഒരു ഗുരുതരമായൊരു കാര്യം, ഈ കേരളത്തിൽ ആര് ഗവൺമെന്റ് ഉണ്ടാക്കിയാലും ആ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് രാജ്യദ്രോഹ ശക്തികളായിരിക്കും. അതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചിത്രം പരിശോധിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്. കാരണം തലേന്നത്തെ ദിവസത്തെ UDFന്റെ കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചിത്രം അതാണ്. പച്ചക്കൊടി മാത്രമേ ഉള്ളൂ. പച്ചക്കൊടി മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിന്റെ പല അറിയപ്പെടുന്ന നേതാക്കന്മാരും, കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരും ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. CPMന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് SDPയുടെ നേതാക്കന്മാരാണ്. ഏത് LDF സർക്കാർ ഉണ്ടാക്കിയാലും UDF സർക്കാർ ഉണ്ടാക്കിയാലും ഈ സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്നത്, സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നത് ഈ രാജ്യദ്രോഹ ശക്തികളായിരിക്കും, തീവ്രവാദ ശക്തികളായിരിക്കും. ഇത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ മുൻകൂട്ടി പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം ഇവർ രണ്ട് രാജ്യദ്രോഹ ശക്തികളും രണ്ട് മുന്നണികൾക്കാണ് അവരുടെ വോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് BJP ഇത്തരത്തിൽ പറയാൻ കാരണം. ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് LDFന് കിട്ടില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു നിരീക്ഷണം തന്നെയാണോ? അല്ല, അത് നമുക്ക് പരസ്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തവണ സംഘടിതമായ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് UDFന്റെ കേന്ദ്രങ്ങളിൽ ഈ ദിവസങ്ങളിൽ കാണുന്ന അതാണ് ഞാൻ പറഞ്ഞത്. UDF കേന്ദ്രങ്ങളിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരു കൂട്ടമായുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇത്തവണ LDFന് ഗുണകരമാവില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ആര് അധികാരത്തിൽ വരും? BJP അധികാരത്തിൽ വരുന്നതാണ് ഞങ്ങൾ പറയുന്നത്. വലിയൊരു മുന്നേറ്റം ഇത്തവണ കേരളത്തിൽ BJP നടത്തും ഈ തെരഞ്ഞെടുപ്പിൽ. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്,